സൂപ്പർ അതിൽ തന്നെ ഉണ്ട്, സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ്. അവർക്കപ്പുറം വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ സൂപ്പർ ആയത് നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ അവരൊരു ചെറിയൊരു സജഷൻ പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും ഇന്ന പോലെ, അല്ലാതെ അവർ പറയാം ഇന്ന ആളെ ഇട് ഇന്ന ആളെ ഇട് എന്ന് പറയുമ്പം അത് ഇടാനായിട്ട് എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നു? തയ്യാറായിട്ടല്ലേ? ഇല്ല, നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിച്ചാൽ പിന്നെ അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തിന് സൂപ്പർ താരങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നു? അവർക്ക് അതുപോലെ ഒരു പദവി, ഒരു പൊസിഷൻ കൊടുക്കുന്നുണ്ടല്ലേ. അതല്ലെങ്കിൽ അവരത് അഭിപ്രായം പറഞ്ഞ് അത് കേൾക്കാൻ നിൽക്കുന്ന എന്തുകൊണ്ട്? ഒട്ടും ശരിയല്ല. അദ്ദേഹം അതുല്യനായ ഒരു കലാകാരനാണ്. അങ്കിള് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അങ്കിള് എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ മകളായി ഞാൻ 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ പുള്ളിയുടെ എന്താ പറയുക, ഓരോ നിമിഷവും പുള്ളി ഇതിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊക്കെ ഒരുപാട് നല്ല നല്ല ഇംഗ്ലീഷ് മൂവീസിൻ്റെ ആയാലും ഒത്തിരി ഓസ്കാർ വിന്നിങ് അക്കാഡമി അവാർഡ്സ് കിട്ടിയ സിനിമകളുടെ പേര് പറഞ്ഞു തരുമ്പോൾ ഇതെല്ലാം കാണണം, പിന്നെ അഭിനയം എങ്ങനെ പഠിക്കണം. ഞാൻ വന്ന സമയത്ത് പിന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടാനൊക്കെ മിററിൽ നോക്കി നമ്മൾ ചെയ്ത് പഠിക്കണം. ഞാനും ദിവ്യയൊക്കെ ഒരേ സമയം വന്ന അപ്പം ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ ഒരു ഗുരുസ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അയ്യോ, അദ്ദേഹത്തെയൊക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദയനീയമായൊരു കാര്യമാണ്. വിനയൻ സാറിൻ്റെ നല്ല കഥാപാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, വാസന്തി ലക്ഷ്മിയും. അതെ.